ഹലോ മക്കളെ, 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോൾ 2024 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി പ്രതീക്ഷകളൊക്കെ ഉള്ള ഒരു വർഷമാണ് നമ്മൾ 2024 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? വെറുതെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നു പോകും? ഇല്ല, ഒരിക്കലും നടക്കില്ല അല്ലേ. നമ്മൾ വിചാരിച്ചെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ലോണം ഹാർഡ് വർക്ക് കൂടിയേ തീരും. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ മെജോറിറ്റി നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആഗ്രഹം എന്താണ്? ഏറ്റവും നല്ല മാർക്ക് തന്നെ നമ്മുടെ ഇത്തവണത്തെ ഫൈനൽ എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം അല്ലേ. അപ്പോൾ ആ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. നമ്മൾ അതിനനുസരിച്ച് തന്നെ കഷ്ടപ്പെടാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ മിസ് ഇത് ഉറപ്പ് തരാണ്, നിങ്ങൾക്ക് എന്തായാലും അതിനനുസരിച്ചിട്ടുള്ള നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ ഞങ്ങൾ ഈ ഒരു അവസാന നിമിഷം ഇപ്പം ഇത്രയും നാളായി ഇതുവരെ ഞങ്ങൾ മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ല, ഇപ്പം മുതൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പേഴ്സ് ഒക്കെ കിട്ടി കാണും അല്ലേ. അപ്പോൾ ഈ പേപ്പേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടിയോ? അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം മാർക്കാണോ ഓരോ സബ്ജക്റ്റിലും കിട്ടിയത്, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കാണോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലേ എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഒപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തോ ഈ ഒരു മാർക്ക് കിട്ടാനായിട്ട് എത്രത്തോളം എക്സാമിനർ ഫാമിലി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാരത്തോൺ ലൈവുകളായിക്കോട്ടെ അല്ലെങ്കിൽ മുന്നത്തെ ലൈവുകളായിക്കോട്ടെ, ഇതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ നല്ല വിചാരിച്ച മാർക്കൊക്കെ കിട്ടിക്കാണും, കുറച്ച് പേർക്ക് വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. അവർ ആ ഒരു മിസ് ഞാൻ ഇത്രയ്ക്ക് മാർക്കല്ല പ്രതീക്ഷിച്ചത്, എനിക്ക് ഇത്ര മാർക്കല്ല വേണ്ടത് അല്ലേ. നമ്മൾ വിചാരിക്കാത്ത മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഏതൊരു സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ചിലർക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയവരുണ്ടായിരിക്കും, പക്ഷേ ചിലർക്ക് തീരെ മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് കുറവ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാർക്ക് കിട്ടാത്തവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഒരു മാർക്ക് കിട്ടിയത്? എന്ത് കാരണം കൊണ്ടാണ്? എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ആലോചിക്കുക. എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഞാൻ സാധാരണ പഠിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഒന്നും കുറേ എണ്ണം ഞാൻ പഠിക്കാതെ ഇങ്ങനെ ഉഴപ്പി നടന്നുകൊണ്ടാണോ? എന്താണ് നമ്മുടെ റീസൺ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? അതനുസരിച്ചിട്ട് ഇനിയുള്ള സമയം എങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മിസ് പറഞ്ഞല്ലോ, മിസ് ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നടപടിയാവുമോ? ഓക്കെ, അതിനുള്ളൊരു ആൻസർ മിസ് പറഞ്ഞുതരാം മക്കളെ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് ഇതേ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റഫായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് റഫായിട്ടാണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ മിസ് പറഞ്ഞുതരാം. ഇതിൻ്റെ മേലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒരു റഫായിട്ട് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് മിസ് പറഞ്ഞാൽ പറഞ്ഞുതരാം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ഇതിനെ മേക്ക് ഓവർ ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് ചേർത്തിട്ട് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടൊരു പ്ലാൻ മിസ് പറഞ്ഞുതരാം. ഇനി പഠിച്ചു കഴിഞ്ഞാലും ഇനി കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇനി പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതാണ് മിസ്സിൻ്റെ ഒരു ആൻസർ. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ഇൻ്റർവ്യൂസൊക്കെ ടോപ്പേഴ്സിനൊക്കെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ ടോപ്പേഴ്സായ എല്ലാവരും ആദ്യം മുതലേ പഠിക്കുന്ന ഭയങ്കര പഠിപ്പ് കുട്ടികൾ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്ന മക്കളല്ല എല്ലാവരും. ഓക്കെ, അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ആദ്യമൊക്കെ അങ്ങനെ ഉഴപ്പി നടന്ന് മര്യാദയ്ക്ക് മാർക്കൊന്നും ഇല്ലാതെ ലാസ്റ്റ് അവസാനത്തെ ഈ ഒരു റിവിഷൻ്റെ ടൈം ഉണ്ടല്ലോ, ഈ ഒരു ടൈം നന്നായിട്ട് കുത്തിയിരുന്ന് പഠിച്ച മക്കളാണ് ഏറ്റവും നല്ല ടോപ്പേഴ്സായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം അവരെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മുന്നിൽ നിർത്താം, നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇനിയുള്ള നമ്മുടെ ഈ സമയത്ത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇനി വിചാരിച്ചു കഴിഞ്ഞാലും ഓക്കെ, മിസ്സിൻ്റെ ഈ ഒരു വാക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. വെറുതെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല, ഒരിക്കലും മാർക്ക് കിട്ടില്ല. നിങ്ങൾ അത്രയും അല്ലേ നല്ലോണം മാർക്ക് ജസ്റ്റ് ഇപ്പോൾ ഓരോ ദിവസം വെറുതെ എന്തെങ്കിലുമൊക്കെ ഞാനൊരു അല്ലേ മിസ് 1 മണിക്കൂറൊക്കെ പഠിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ സാധാരണ ഒരു കുട്ടി എല്ലാം നിങ്ങൾക്ക് അറിയാം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ ഒരു 2 hours നല്ലോണം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലും എല്ലാ ചാപ്റ്റേഴ്സും അറിയാം, ജസ്റ്റ് ഒന്ന് റിവിഷൻ മാത്രമേ വേണ്ടുള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 2 hours പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് ഓക്കെ ആയിരിക്കും.
ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഒത്തിരി ബാക്ക്ലോഗ്സ് ഉണ്ടായിരിക്കും. അതായത് ഒത്തിരി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോയവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എക്സ്ട്രാ പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ഈ എക്സ്ട്രാ പോർഷൻസ് ഒക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് മാത്രം നോക്കിക്കൊണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം, ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു 2 hours മാത്രം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അപ്പം നിങ്ങൾ ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 hours കൊണ്ട് മാത്രം ഒന്നും ആവില്ല മക്കളെ. നിങ്ങൾ ഫുൾ മാർക്കാണ് എയിം ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അതൊരു സത്യം പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു 2 hours മാത്രം മിസ് ഞങ്ങൾ പഠിച്ചുകൊണ്ട് എന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടില്ല, ഫുൾ A+ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ട്, കുറേ ഭാഗങ്ങൾ പഠിച്ചു തീർക്കാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 to 5 hours നിങ്ങൾ പഠിച്ചേ പറ്റും. ഓക്കെ, കുറച്ച് നമ്മൾ രാവിലെ നേരത്തോടെ എണീക്കണം, രാത്രിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇരിക്കണം, നമ്മുടെ ഉറക്കത്തിൻ്റെ അളവൊക്കെ ഇച്ചിരി കുറയും. ഓക്കെ, എന്ന് വെച്ചാൽ തീരെ ഉറങ്ങാണ്ടിരിക്കണം എന്നല്ല മിസ് പറയുന്നത്, ഉറക്കത്തിൻ്റെ ആ ഒരു ലെവലൊക്കെ കുറച്ച് കുറയും. കാരണം ഈ ഒരു അവസാനത്തെ നിമിഷം നമ്മൾ കുറച്ചൊന്ന് നന്നായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ള റഫ് പ്ലാൻ മിസ് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് അറിയാം നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് January 22 നമുക്ക് എന്നിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് 17 days ആണ് നമുക്കിനി അവിടെ ബാക്കിയുള്ളത്. ഓക്കെ, അപ്പോൾ 17 days ആണ്. അപ്പോൾ 17 days നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 17 daysനുള്ളിൽ നമുക്ക് എന്താണ് ബാക്കിയുള്ള കുറേ ബാക്ക്ലോഗ്സും അതേപോലെ നമ്മൾ പഠിച്ച് തീരാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഭാഗങ്ങളൊക്കെ പഠിച്ച് തീർക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഈ ഒരു 17 days എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ അല്ലാതെ നിങ്ങൾ ഈ മാർച്ച് 11 ആകുമ്പോൾ അല്ലേ, ഇതേ ഇവിടെ ഒരു 16 ദിവസം ഉണ്ട്. ഇവിടെ +2 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 16 ദിവസം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പഠിച്ച് തീർത്തേക്കാം മിസ്സേ അല്ലേ, അവിടെ ഇനിയും സമയമുണ്ടല്ലോ, 16 ദിവസം അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പുതുതായിട്ട് ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ പഠിക്കാനായിട്ട് ഇവിടെ ശ്രമിക്കരുത്. ഓക്കെ, ഇവിടെ നമുക്ക് പുതുതായിട്ട് ഒന്നും ട്രൈ ചെയ്ത് നോക്കരുത്. പുതുതായിട്ട് ഞാൻ മിസ് ഈ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ ഇരുന്ന് പഠിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല മക്കളെ. ആ ഒരു സമയത്ത് പുതുതായിട്ട് ഒന്നും പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏതെങ്കിലും ബാക്ക്ലോഗ്സ് ഉണ്ട് അല്ലെങ്കിൽ പഠിച്ച് തീർക്കാത്ത പോർഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇരുന്നിട്ട്, അതായത് നമുക്കിനി വളരെ കുറച്ച് ദിവസമുള്ള ഈ ഒരു ടൈമിൽ ഇരുന്നിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, റെഡി ആണല്ലോ. ഇനി അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 മോഡൽ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ റിവിഷൻസും കൂടെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള മോഡൽ എക്സാം ആകുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാകും, നല്ലോണം ഓർമ്മയിലുണ്ടായിരിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷയുടെ തലേ ദിവസം ടെൻഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചെടുക്കാനായിട്ട് കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് മിസ് പറഞ്ഞുതരാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സസ് കാണാം. ഓക്കെ, യൂട്യൂബ് ക്ലാസ്സസ് കാണാം. ആ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടു കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഓക്കെ, അപ്പം നമ്മുടെ യൂട്യൂബ് ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആസസ്, ഓക്കെ, ഇതൊക്കെ അല്ല ഓക്കെ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കാം. ഓക്കെ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെ ഞാനൊരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സമയം ആകുമ്പോഴേക്കും നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് തീർക്കാം. ഓക്കെ, റെഡി ആണല്ലോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി ഇതെല്ലാം മിസ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടല്ല, ഞങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണം, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ മിസ് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിക്കോട്ടെ എല്ലാതും പറഞ്ഞു തരാനായിട്ടുള്ള നമ്മുടെ ബാച്ചിലെ റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാതും നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക്, മറ്റേതാകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാതും ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറയില്ലേ സ്മാർട്ട് വർക്ക് ചെയ്യണം മക്കളെ, സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ പറയില്ലേ. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഓരോന്നും ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, ജസ്റ്റ് ക്ലാസ് കണ്ടാൽ മാത്രം മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാതും ടീച്ചേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ വരും എന്നുള്ളത് ചെയ്ത് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സ്വന്തമായിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് നമ്മൾ വെൽക്കം ചെയ്യും. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഓൾവേസ് എപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അനുസരിച്ചിട്ട്, ബാക്കി നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, എല്ലാതും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പല ബുക്കുകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊക്കെ വരും അല്ലേ. പക്ഷെ അത് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. യൂട്യൂബിലായാലും നിങ്ങൾക്ക് ഒത്തിരി ക്ലാസ്സസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം നമ്മൾ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാച്ചിലാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് ആയിരിക്കും, എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ഓക്കെ, എല്ലാതും ടൈം ടേബിൾ ആയിക്കോട്ടെ എല്ലാതും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുക, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇനി തീരുമാനിക്കുക എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഇനിയുള്ള ഓരോ ക്ലാസ്സസും നമ്മൾക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ഒരു ബേസിക് പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഈ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, അവസാനത്തേക്ക് പുതിയ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാനായിട്ട് നിൽക്കരുത്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഇപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തവണ ഇനി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിലുള്ള കുറച്ച് ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് വിചാരിക്കുക. മനസ്സിൽ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, എപ്പോഴും ആ സെൽഫ് മോട്ടിവേഷൻ ആണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ആ ഒരു ബേസിക് സ്റ്റഡി പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിപ്പോൾ മിസ് റഫായിട്ട് പറഞ്ഞു എന്നുള്ളൂ, ഇതിൻ്റെ മേലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിലേക്ക് ആഡ് ചെയ്യേണ്ടത് തോന്നുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഓരോ സമയത്തും എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിച്ചു തീർക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ റെഡിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.